നമസ്കാരം, സിടിവി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഭൂമി തരംമാറ്റൽ അദാലത്ത് ഒക്ടോബർ 25 മുതൽ ഡിസംബർ 15 വരെ സംഘടിപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സഹകരണ നിയമ ഭേദഗതി സഹകരണ മേഖലയെ തളർത്തുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. EPF പദ്ധതിയിൽ അംഗമായി തുടരുന്നതിനുള്ള ശമ്പള പരിധി 42,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ്. പുത്തൂർ കായൽ ടൂറിസം പാതി വഴിയിൽ നിലച്ചത് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്ന സൂചന. വാർത്തകൾ വിശദമായി. ഭൂമി തരംമാറ്റൽ അദാലത്ത് ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ സംഘടിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഓരോ താലൂക്കിലും സമയക്രമം നിശ്ചയിക്കുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും 25 സെന്റിൽ താഴെയുള്ള സൗജന്യമായി തരംമാറ്റലിന് അർഹതയുള്ള ഫോം 5, ഫോം 6 അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നതെന്നും ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുകയെന്നും മന്ത്രി രാജൻ പറഞ്ഞു. അദാലത്തിൽ പരിഗണിക്കുന്ന അപേക്ഷകരുടെ മൊബൈൽ നമ്പറിലേക്ക് പ്രത്യേക സന്ദേശം അയക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇപ്പോൾ തീർപ്പാക്കാനുള്ള 2.5 ലക്ഷം അപേക്ഷകളിൽ വലിയൊരു ശതമാനം അദാലത്തിലൂടെ തീർപ്പാക്കാൻ കഴിയുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. സഹകരണ നിയമ ഭേദഗതി സഹകരണ മേഖലയെ തളർത്തുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സഹകരണ JR ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി JR ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. സഹകരണ മേഖലയിലെ ഭേദഗതികൾ ഈ മേഖലയെ തകർക്കുകയും സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ലാഭകരവും സുരക്ഷിതവുമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ റിസർവുകൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് മാറ്റുക വഴി സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. കൃത്യനിഷ്ഠയോടെ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകി വരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ സുരക്ഷിതത്വമാണ് സർക്കാർ തീരുമാനത്തിലൂടെ തകരാൻ പോകുന്നത്. നിക്ഷേപങ്ങളുടെ ഗ്യാരണ്ടി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രീമിയം വർധനവ്, റെക്കറിംഗ് പ്രീമിയം എന്നിവ ഏർപ്പെടുത്തി നിക്ഷേപ ഗ്യാരണ്ടി സ്കീം ശക്തിപ്പെടുത്തുന്നതിന് പകരം മെച്ചപ്പെട്ട സംഘങ്ങളുടെ റിസർവുകൾ സർക്കാർ നിയന്ത്രണത്തിലേക്ക് മാറ്റുന്നത് നീതിപൂർവമല്ല. പുതിയ നിധി രൂപീകരിക്കുകയാണെന്ന് സഹകാരികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും തെറ്റിദ്ധാരണ പരത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. നിലവിൽ കേരള ബാങ്കിൽ സംഘങ്ങളുടെ പേരിൽ സ്വരൂപിച്ചിട്ടുള്ള ഈ പണം സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്യപ്പെടുന്നത്. ഇതുവരെ ഒരു സഹായവും സർക്കാരിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കാതെയാണ് ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, ജീവനക്കാരുടെ പ്രമോഷൻ, അപ്പെക്സ് സ്ഥാപനങ്ങളിലേക്കുള്ള റിസർവേഷൻ എന്നിവയിൽ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പലതും കവർന്നെടുക്കുന്ന സമീപനമാണ് നിലവിൽ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിക്ഷേപ കളക്ഷൻകാരുടെ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പെക്സ് സ്ഥാപനങ്ങളുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് പ്രത്യേക സർവീസ് റൂൾ അനുവദിച്ചുകൊണ്ട് സഹകരണ ജീവനക്കാരെ ഒന്നടങ്കം വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. പ്രമോഷൻ തടഞ്ഞുകൊണ്ടുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാതെ സമരം അവസാനിപ്പിക്കുകയില്ല. സംസ്ഥാന തലത്തിൽ രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് ആദ്യഘട്ട സമരം പൂർത്തിയായി. തെറ്റായ തീരുമാനങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഒക്ടോബർ മുതൽ റിലേ സമര മാർഗങ്ങളുമായി സംഘടന മുന്നോട്ടു പോകുമെന്ന് സമരത്തിൽ വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു പ്രഖ്യാപിച്ചു. ജില്ലാ പ്രസിഡന്റ് AK സതീഷ് കുമാർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PR പ്രമോദ് സ്വാഗതം പറഞ്ഞു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, സഹകരണ ജനാധിപത്യ ജില്ലാ ചെയർമാൻ MK അബ്ദുൽ സലാം, KPCC സെക്രട്ടറി P പ്രസാദ്, മുരാരി തുടങ്ങിയ പ്രാദേശിക നേതാക്കളും സംഘടനാ നേതാക്കളും ധർണയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗിരീഷ് തോപ്പിൽ നന്ദി പറഞ്ഞു. കടന്നു ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ ടേബിളിന്റെ പുറത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവും, സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്ന റിപ്പോർട്ട് ഉണ്ടാവും. ഇതാ ഇങ്ങനൊരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
ആ റിപ്പോർട്ട് പിണറായി വിജയൻ വായിക്കേണ്ട റിപ്പോർട്ടാണ്. ഇനി പിണറായി വിജയന് ഇതുപോലെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കാനുള്ള ആ നിലയിലുള്ള ശേഷിയില്ല എങ്കിൽ, ഞാൻ ശേഷിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും സഹചാരിയായ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഞാൻ ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്താൽ ഇയാൾ അതിൽ ഒപ്പിട്ട് നൽകും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ശിവശങ്കറായിരുന്നു. ഇപ്പോൾ ആള് ജയിലിലാണ്. ഇനി പിണറായി വിജയൻ നേരിട്ട് വായിച്ചില്ലെങ്കിൽ ഇത് വായിക്കാനുള്ള ആളാണ് പി ശശി. അപ്പൊ ഒന്നുകിൽ പിണറായി വിജയൻ ഇത് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ പി ശശി അടക്കമുള്ള CPM നേതാക്കന്മാർ ഇത് അറിഞ്ഞിട്ടുണ്ട്. കുറിച്ച് പിണറായി വിജയൻ ആലോചിക്കുകയാണ്. എന്തുമാത്രം നെറുകേടാണത്! ഇതാണ് ഓരോ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാന്ദർഭികമായി ഈ സർക്കാരിന്റെ സമീപകാല പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മറുഭാഗത്ത് BJP ഉണ്ടല്ലോ. BJPക്കാരെന്താ ഇത്രയും കാലം അവകാശപ്പെട്ട് ഞങ്ങൾ ഹിന്ദുമത സംരക്ഷകരാണ് അല്ലേ? ആചാര സംരക്ഷണ കാര്യത്തിൽ കടുകിട വിട്ടുവീഴ്ചയില്ല. ഞാൻ ചോദിക്കട്ടെ, BJPക്കാരെ നാണമുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? കാരണം ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശൂർ പൂരം. തൃശൂർ പൂരം കലങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ, ആർക്കും തർക്കമില്ലല്ലോ. അതിൽ കേരളത്തിലെ പോലീസിന് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അങ്ങനെ കേരളത്തിലെ പോലീസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് ആര് എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാവും. പക്ഷെ പോലീസിന്റെ ഇടപെടൽ കാരണമാണ് ഇത്തവണത്തെ തൃശൂർ പൂരം കലങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു BJP നേതാവ് കേരളത്തിലെ പോലീസിനെ ഇക്കാര്യത്തിന്റെ പേരിൽ വിമർശിക്കുന്ന നമ്മൾ കേട്ടോ? ഏതെങ്കിലും ഒരു BJP നേതാവ് ഇവരെന്തൊക്കെയാ ചെയ്യുമായിരുന്നു? സാധാരണഗതിയിൽ ശബരിമലയിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? ഇതുപോലൊരു അവസരം വീണ് കിട്ടിയാൽ എന്തൊക്കെ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാവും BJP ഈ തൃശൂർ നഗരത്തിൽ നടത്തേണ്ടതല്ലേ? BJPക്ക് യാതൊരു പരാതിയില്ല. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു കൊടുത്തത്. ഇതുപോലെ ESI ശമ്പള പരിധി വർദ്ധിപ്പിക്കണമെന്ന് BMS. കോടിക്കണക്കിന് തൊഴിലാളികളുള്ള ESI EPF പദ്ധതിയിൽ അംഗമായി തുടരുന്നതിനുള്ള ശമ്പള പരിധി 42,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് BMS തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV വിനോദ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ 21,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ESI പരിരക്ഷ ലഭിക്കാത്തതിനാൽ ചികിത്സയ്ക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ടി വരുന്നു. ESI ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണമെന്നും ESI EPF ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും EPF മിനിമം പെൻഷൻ 5,000 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BMS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം മുഖ്യപ്രഭാഷണം നടത്തി. BMS സംസ്ഥാന സമിതി അംഗങ്ങളായ AC കൃഷ്ണൻ, KN വിജയൻ, BMS മേഖലാ ഭാരവാഹികളായ PK ഉണ്ണികൃഷ്ണൻ, T സോമസുന്ദരൻ, MC ബാബുരാജ്, PK അറുമുഖൻ, PV വിനോദ്, SV പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. BMS തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KG ബിജു സ്വാഗതവും BMS വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് KM റജി നന്ദിയും രേഖപ്പെടുത്തി. ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ലുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളാണ്. ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ദുരിതമോ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയോ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ അവരുടെ പരിധി നിശ്ചയിക്കപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്? ഈ രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ ശമ്പളത്തിന്റെ പരിധിപ്പെടുത്തിക്കൊണ്ട് ഈ ശമ്പളത്തിന് പുറത്തു പോകുന്ന തൊഴിലാളികളെ പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലുള്ള ഈ നിയമ നടപടി പിൻവലിച്ചുകൊണ്ട് അതിന്റെ പരിധി ഉയർത്തി മുഴുവൻ തൊഴിലാളികളെയും റിട്ടയർ ചെയ്താലും മരണം വരെ തൊഴിലാളികളെയും ആശ്രിതരെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഭാരതീയ മസ്ദൂർ സംഘം ഈ കോർപ്പറേഷന്റെ മുൻപിലും അതുപോലെ തന്നെ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ മുൻപിലും വെച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യത്തെയും ഇന്ത്യയിൽ രണ്ടാമത്തേതുമായ മാക്കോ ഓർത്തോ സ്പെഷ്യൽ റോബോട്ടിക് സർജറി മെഷീൻ അമല മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചതായി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രോഗികളുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വിശ്രമകാലവും അനുബന്ധ ഫിസിയോതെറാപ്പി ചികിത്സയും ചികിത്സാ ചെലവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. കാൽമുട്ട്, ഇടുപ്പ് മാറ്റിവെക്കൽ തുടങ്ങിയ ശസ്ത്രക്രിയകൾക്ക് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രയോജനകരമായ അതിനൂതന ശസ്ത്രക്രിയ ഉപാധിയാണ് അമല മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്നത്.
വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡെൽജോ പുത്തൂർ, ഡോക്ടർ സ്കോട്ട് ചാക്കോ ജോൺ, ബോർജിയോ ലൂയിസ്, PR ജോസഫ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ദേശീയപാത ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാതയുടെ പണികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വരെ സർവീസ് റോഡുകൾ വീതി കൂട്ടുന്ന പണികളാണ് നടന്നിരുന്നത്. ബുധനാഴ്ച നേരം വെളുത്തതോടെ ദേശീയപാതയുടെ ഒരു പകുതി പൊളിച്ച് ഗതാഗതം ഇപ്പോഴും വീതി കൂട്ടൽ പണി നടക്കുന്ന സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ടതോടെ ആകെ ഗതാഗതക്കുരുക്കായി. 26-ാം തീയതി മുതൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഏറെ വീതി കുറഞ്ഞ സർവീസ് റോഡ് വഴി ഗതാഗതം തിരിച്ചുവിട്ടതോടെ വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകൾ നീണ്ടു. 10 മാസമാണ് അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ കാലാവധി. 10 മാസവും ജനങ്ങൾ യാത്രാ ദുരിതം അനുഭവിക്കണം. ആരോട് പരാതി പറഞ്ഞാലും ദേശീയപാത അധികാരികൾക്ക് ഒരു കുലുക്കവും ഉണ്ടാകില്ല. മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. പുത്തൂർ കായൽ ടൂറിസം പാതി വഴിയിൽ നിലച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണെന്ന് സൂചന. 1 വർഷം മുൻപ് തുടക്കം കുറിച്ച പുത്തൂർ കായൽ ടൂറിസം പദ്ധതിയാണ് പാതി വഴിയിൽ പ്രവർത്തനം നിലച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് 22 വകുപ്പുകളെ യോജിപ്പിച്ച് മാനസ സരോവരം എന്ന പേരിൽ പുത്തൂർ കായൽ നവീകരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ട് ആൻഡ് പ്ലാനിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ DPR തയ്യാറാക്കി. കോർപ്പറേഷന്റെ നഗര സഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,80,00,000 രൂപ അനുവദിച്ചെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് പദ്ധതി നിലച്ചു. കഴിഞ്ഞ ബജറ്റിൽ കായൽ ടൂറിസത്തിനായി ടൂറിസം വകുപ്പ് 10 കോടി രൂപയും അനുവദിച്ചു. 25 ഏക്കർ വരുന്ന തണ്ണീർത്തടത്തിൽ പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോട്ട് സവാരി, മ്യൂസിക് ഫൗണ്ടൻ, മീൻപിടുത്തം, ജല സ്പോർട്സ്, ഫുഡ് കോർട്ടുകൾ ഉൾപ്പെടെയുള്ള വമ്പൻ പദ്ധതിയായിരുന്നു കായൽ ടൂറിസത്തിലൂടെ ലക്ഷ്യമിട്ടത്. വേനലിൽ കായൽ വറ്റുന്ന സമയത്ത് മണലിപ്പുഴയിൽ നിന്നുള്ള വെള്ളം എത്തിക്കാറാണ് പതിവ്. ഇതിനു പകരം പീച്ചി ഇടതുകര കനാൽ തുറക്കുമ്പോൾ തുളിയാംകുന്ന് ചിറയിൽ നിന്ന് കാടച്ചാൽ വഴി വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയും തയ്യാറാക്കി. തുടർ നടപടികൾക്കായുള്ള യോഗം ചേർന്നിട്ട് മാസങ്ങളായി. കൃത്യമായ ആസൂത്രണം ഇല്ലാത്തതുമാണ് കായൽ ടൂറിസം പദ്ധതി മുന്നോട്ടു പോകാൻ തടസ്സമായി വന്നത്. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25-ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ
ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ 5 വരെ അവസരം. 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലേക്ക് ഒക്ടോബർ 5 വരെ പേര് ചേർക്കാം. 2024 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവർക്കാണ് പേര് ചേർക്കാൻ അവസരം. പേര്, വീട്ടുപേര്, പിതാവിന്റെ പേര്, പോസ്റ്റ് ഓഫീസ്, വീട്ടു നമ്പർ, ജനന തീയതി, മൊബൈൽ നമ്പർ, വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുവിന്റെയോ അയൽക്കാരന്റെയോ ക്രമനമ്പർ, ഒരു ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റായി ഫോണിലെടുത്തതും മതിയാകും. എന്നിവയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യമായ രേഖകൾ. ഇത്രയും വിവരങ്ങളുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനിൽ അപേക്ഷിക്കാം. പരസ്യം ചെയ്യൽ, പിന്നീട് ഹിയറിംഗിന് വിളിക്കുമ്പോൾ SSLC ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡ് കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി എന്നിവ ഹാജരാക്കണം. വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നുള്ള സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വാടക ചീട്ടിന്റെ കോപ്പി ഹാജരാക്കണം. വിവാഹം കഴിച്ച സ്ത്രീകളാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഹാജരാക്കണം. റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പേര് ചേർത്തവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ വീണ്ടും ചേർക്കണം. പഞ്ചായത്ത് വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമസഭാ പാർലമെന്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനുമാണ്. ഓൺലൈൻ വഴി അപേക്ഷ നൽകിയവർ നിശ്ചിത ദിവസം അതാത് പഞ്ചായത്തിൽ വെരിഫിക്കേഷന് ഹാജരാകണം. നിശ്ചിത ദിവസം സൗകര്യപ്പെടാത്തവർ മുൻകൂട്ടി അറിയിക്കുകയും വേണം. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള NCC ബറ്റാലിയന്റെ നേതൃത്വത്തിൽ തൃശൂർ ചിന്മയ വിദ്യാലയത്തിൽ നടന്നു വന്നിരുന്ന ദശദിന പരിശീലന ക്യാമ്പ് പതാക വന്ദനത്തോടെ സമാപിച്ചു. തൃശൂർ, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നായി 600-ലധികം കേഡറ്റുകൾ പങ്കെടുത്തു. കേഡറ്റുകൾക്ക് ഡ്രിൽ പരേഡ്, ഫിസിക്കൽ ട്രെയിനിംഗ്, വ്യക്തിത്വ വികസനം, നേതൃപരിശീലനം, നേരുകട ഉൾപ്പെടെയുള്ള വിവിധ പരിശീലനങ്ങൾ നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. VHSS പെരിഞ്ഞനം സ്കൂൾ കേഡറ്റുകളുടെ ബാൻഡ് ഡിസ്പ്ലേ ആവേശമായി. കായിക മത്സരങ്ങളുടെ ഭാഗമായി ഇന്റർ കമ്പനി വോളിബോൾ, ഖോ-ഖോ, ഫുട്ബോൾ മത്സരങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. എറണാകുളം ഗ്രൂപ്പ് NCC കമാൻഡർ കമ്മഡോർ സൈമൺ മത്തായി, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ, ഡോക്ടർ T പ്രദീപ് കുമാർ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രതിനിധി രാഹുൽ ഷാ, ചിന്മയ കോളേജ് പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് V വേണുഗോപാൽ, ഫിസിക്കൽ ട്രെയിനർ ജോബി മൈക്കിൾ, ഉദയകുമാർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഫയർ സേഫ്റ്റി ക്ലാസുകളും പരിശീലനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡർ മേജർ PJ സ്റ്റൈജുവിന്റെ അധ്യക്ഷതയിൽ ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സര വിജയികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും സമ്മാനിച്ചു. അസോസിയേറ്റഡ് NCC ഓഫീസർമാരായ റെയ്ന, അദീബ് EA, നിഖിൽ, ഷിജി പൗലോസ്, സുബേദാർ മേജർ ബിജോയ് റായ്, ജോഷി എന്നിവർ പ്രസംഗിച്ചു. കലാപരിപാടികളും ഉണ്ടായി. ക്യാമ്പിലെ ബെസ്റ്റ് കേഡറ്റുകളായി കേരളവർമ്മ കോളേജിലെ PJ അഭിനവ്, കോലഴി ചിന്മയ കോളേജിലെ S ഷിഖ എന്നിവരെ തെരഞ്ഞെടുത്തു. ലഫ്റ്റനന്റ് അനൂപ് MR സ്വാഗതവും ലഫ്റ്റനന്റ് ശിവരാമകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ഡ്രിൽ, കല, ഫ്ലാഗ് ഏരിയ എന്നീ വിഭാഗങ്ങളിലെ എറണാകുളം ഗ്രൂപ്പിലെ കേഡറ്റുകളുടെ സെലക്ഷനും ഇതോടൊപ്പം നടന്നു. കെൽട്രോണിൽ അഡ്വാൻസ് ജേർണലിസത്തിൽ PG ഡിപ്ലോമ കോഴ്സിന്റെ 2024 പുതിയ ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 7 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കെൽട്രോൺ സെന്ററുകളിലാണ് ബാച്ചുകൾ ആരംഭിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രിന്റ് മീഡിയ, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ അധിഷ്ഠിതമായ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ്, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കും. ഇന്റേൺഷിപ്പ്, മാധ്യമ സ്ഥാപനങ്ങളിൽ പരിശീലനം, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിവ നിബന്ധനകൾക്ക് വിധേയമായി ലഭിക്കും. ഫോൺ നമ്പർ
9544958182. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പുകൾക്ക് കീഴിലുള്ള ആശുപത്രികളിൽ വിവിധ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. തെറാപ്പിസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ. തസ്തികയ്ക്ക് കേരള ഗവൺമെന്റ് അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ് യോഗ്യത. പ്രായപരിധി 2024 സെപ്റ്റംബർ 25 40 വയസ്സ്. മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയ്ക്ക് +2 ഗവൺമെന്റ് അംഗീകൃത DCAയുമാണ് യോഗ്യത. പ്രായപരിധി 2024 സെപ്റ്റംബർ 25 40 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊടകര സഹൃദയ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ IEEയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 27 മുതൽ 29 വരെ അന്തർദേശീയ ഫ്ളാഗ്ഷിപ്പ് ഇവന്റ് ടെക് എക്സ് ഇൻഫിനിയയ്ക്ക് തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 2:30 ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആൻ ചുങ്കത്ത് അധ്യക്ഷത വഹിക്കും. റോബോട്ടിക്, ഡ്രോൺ, ഒറിഗാമി എന്നിവയുടെ എക്സ്പോ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ അനൂപ്, നിക്സൺ കുരുവിള, അനിൽ ആന്റണി, K കൃഷ്ണപ്രിയ, ഡെറിക് ഡേവിസ് എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക്. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകളോടൊപ്പം ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8304926081. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ടർഫിന് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. ഒരാൾക്ക് പരിക്കേറ്റു. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. നിയന്ത്രണം വിട്ട വാഹനം പാതയോരത്ത് തല കീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്ക് പറ്റിയ പാലക്കാട് സ്വദേശി 40 വയസ്സുള്ള ശിവദാസിനെ സംഭവ സ്ഥലത്തു നിന്നും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കേരസമൃദ്ധിയുടെ ഭാഗമായി ചാവക്കാട്, അയ്യന്തോൾ, നാട്ടിക വിത്ത് വികസന യൂണിറ്റുകളിലേക്ക് തെങ്ങുകളിലെ പരാഗണ ജോലികൾ ചെയ്യുന്നതിനും വിത്ത് തെങ്ങുകൾ വിളവെടുപ്പ് നടത്തുന്നതിനുമായി പരിചയസമ്പന്നരായ തെങ്ങുകയറ്റ തൊഴിലാളികളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകർ 18നും 60നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം. മുൻപ് ജോലിയിൽ നിന്നും നീക്കം ചെയ്തവരെയും ശിക്ഷാ നടപടികൾക്ക് വിധേയരായവരുടെയും അപേക്ഷകൾ പരിഗണിക്കില്ല. അപേക്ഷയോടൊപ്പം ജനന തീയതി തെളിയിക്കുന്ന സാക്ഷ്യപത്രം, തെങ്ങ് കയറാനുള്ള ശാരീരിക ക്ഷമത തെളിയിക്കുന്ന സർക്കാർ ഡോക്ടറുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ഒക്ടോബർ 15 വൈകിട്ട് 5-നകം അതാത് വിത്ത് വികസന യൂണിറ്റുകളിൽ സമർപ്പിക്കണം. ഒക്ടോബർ 22 ചാവക്കാട് വിത്ത് വികസന യൂണിറ്റിലും 23 നാട്ടിക കൃഷിഭവനിലും 24 അയ്യന്തോൾ കൃഷിഭവനിലും രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിത്ത് വികസന യൂണിറ്റുകളിലോ തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487 2333 297. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമി തരം മാറ്റൽ അദാലത്ത് ഒക്ടോബർ 25 മുതൽ ഡിസംബർ 15 വരെ സംഘടിപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സഹകരണ നിയമ ഭേദഗതി സഹകരണ മേഖലയെ തളർത്തുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. EPF പദ്ധതിയിൽ അംഗമായി തുടരുന്നതിനുള്ള ശമ്പള പരിധി 42,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ്. പുത്തൂർ കായൽ ടൂറിസം പാതി വഴിയിൽ നിലച്ചത് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്ന സൂചന. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.